ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലത്തേതിന് സമാനമായ തിക്കും തിരക്കും ഇന്നില്ല. ഭക്തരെ നിയന്ത്രിച്ച് ദർശനം ഉറപ്പാക്കുന്നു. തൃശൂരിൽ നിന്നുള്ള NDRFന്റെ 35-അംഗ സംഘം ഇന്ന് പുലർച്ചെയോടെ സന്നിധാനത്തെത്തി. ചെന്നൈയിൽ നിന്നുള്ള രണ്ടാമത്തെ 40-അംഗ NDRF സംഘവും ഇന്ന് രാത്രിയോടെ ശബരിമലയിലെത്തും. ശബരിമല പാതയിൽ ഗതാഗതം സാധാരണ നിലയിലാണ്. കണ്ണനായരുണ്ട് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം സന്നിധാനത്ത് നിന്നും. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. അവിടെ തിരക്ക് ഇന്നലെ നിയന്ത്രണ വിധേയമായിരുന്നില്ല, പക്ഷെ ആ അവസ്ഥകളൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിശദ വിവരങ്ങൾ? ഭക്തജനങ്ങൾ സുഗമമായി വന്ന് ദർശനം നടത്തി പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? മോത്തി സ്വാമി ശരണം. ഇന്നലത്തേന് സമാനമല്ല. ഇന്ന് വളരെ ശാന്തമാണ് സന്നിധാനം. ഈ സന്നിധാനത്ത് ഭക്തന്മാരൊക്കെ തന്നെ സുഖകരമായി ദർശനം പൂർത്തിയാക്കുന്നു. അതിന്റെ തെളിവാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. സോപാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്കില്ല, സാധാരണ ഉണ്ടാവുന്ന തിരക്ക് മാത്രമാണ്. ഈ ഫ്ലൈ ഓവറിൽ ഏതാണ്ട് പരമാവധി ഒരു 5-10 മിനിറ്റ് മാത്രം ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ദർശനം സുഖകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഭക്തന്മാരൊക്കെ തന്നെ ആശ്വാസത്തിലാണ്. കാര്യം 14-16 മണിക്കൂർ ക്യൂ നിന്ന് വന്ന ഭക്തന്മാരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. കന്യായപ്പന്മാരായാലും കുഞ്ഞുമാളികപ്പുറങ്ങളൊക്കെ ആയാലും അവർ ആശ്വാസത്തോടു കൂടി മല കയറി സോപാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ സുഖകരമായിട്ടുള്ള ഒരു മണ്ഡല മകരവിളക്ക് സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇന്ന് ആകെ 90,000 പേർക്ക് മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകുക. സന്നിധാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം, സ്പോട്ട് ബുക്കിംഗ് സ്ഥലത്തേക്ക് എത്ര പേരെത്തിയാലും അവർക്ക് പരമാവധി ദർശനം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു നേരത്തെ പോലീസ് നടപ്പാക്കിയിരുന്നത്. അത് നടപ്പാക്കിയതോടുകൂടിയാണ് ഇവിടുത്തെ നിയന്ത്രണങ്ങൾ മൊത്തം പാളിയത്. അതുകൊണ്ട് തന്നെ 90,000 പേർക്ക് ദർശനം നടത്തുക. ബാക്കി കൂടുതൽ ആൾക്കാർ സ്പോട്ട് ബുക്കിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ അടുത്ത ദിവസം മാത്രം ദർശനം ഉറപ്പാക്കിയാൽ മതി, ദർശനം നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, ഭക്തരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, ഇന്നലെ 12 മണി മുതൽ 3 മണി വരെ യുദ്ധസമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്, ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തു. നിലവിൽ ആ തിരക്ക് നിയന്ത്രിച്ച് പരിചയമുള്ള കേന്ദ്രസേന ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് പാർക്കിൽ ആണ് അവരുള്ളത്. ഇന്ന് 8 മണിക്ക് ശേഷം അവരുടെ ജോലി ആരംഭിക്കും എന്നാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 35-അംഗ സംഘം തൃശ്ശൂരിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി 35-അംഗ സംഘം സന്നിധാനത്തേക്ക് തിരിച്ചു. NDRFന്റെ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. ആ യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് ആദ്യം സന്നിധാനത്തേക്ക് വന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം തന്നെ സന്നിധാനത്തേക്ക് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടായിരുന്നു ഈ കേന്ദ്രസേനയുടെ വരവ് വൈകിയത്. ഇപ്പോൾ ആ കേന്ദ്ര സംഘം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. അത് കൂടുതൽ ഗുണകരമാണ്. കാര്യം അവർക്ക് തിരക്ക് നിയന്ത്രിച്ച പരിചയമുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു പരിചയം കൂടി മുതലെടുത്ത് കൃത്യമായി തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് സംഘമുള്ളത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ ഉള്ളത്. രണ്ടാമത്തെ സംഘം ഇന്ന് പുലർച്ചെ 4:30 ചെന്നൈ ആറക്കോണത്ത് നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ കുമളി മാർഗം 9 മണിയോടുകൂടി, രാത്രി 9 മണിയോടുകൂടി പമ്പയിലേക്ക് എത്തും. പമ്പയിൽ നിന്ന് അതിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ കൂടി സന്നിധാനത്തേക്ക് വരും. പമ്പയിൽ ഒരു ടീം ഉണ്ടാകും, സന്നിധാനത്ത് ഒരു ടീം ഉണ്ടാകും. അതായത് പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക്. കണ്ണനാരിലേക്ക് മടങ്ങി വരാം. അഭിലാൽ നിലയ്ക്കൽ ഭാഗത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. നിലയ്ക്കൽ ഭാഗത്തൊക്കെ തിരക്ക് എങ്ങനെയുണ്ട്? ഈ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ഒരുക്കങ്ങൾ നൽകിയിട്ടുണ്ട്, സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്? യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സുഗമമായി ഈ മണ്ഡലകാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം എന്ന് അധികാരമേറ്റവർ പറഞ്ഞിരുന്നു. KJ കുമാർ IAS അടക്കമുള്ളവർ. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. പമ്പ നിലയ്ക്കൽ പാതയിൽ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്ര ഗോപുരത്തിന് എതിർദിശയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇലവുങ്കലിലെത്തി അതിനുശേഷം കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീരെ തിരക്കില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ പകൽ സമയത്ത് നമ്മൾ കണ്ടതിന് നേരെ എതിർ ഭാഗമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് സാധാരണഗതിയിലേക്ക് തീർത്ഥാടനത്തിന്റെ നില എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും സമാനമായിരുന്നു. പക്ഷെ
പുലർച്ചെ അല്പം തിരക്ക് അനുഭവപ്പെട്ട സമയത്ത് നിലയ്ക്കലിലേക്കുള്ള വാഹനങ്ങൾക്ക് അല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ 1 മണിക്കൂർ സമയം പിന്നിടുമ്പോൾ ഗതാഗതം പരിപൂർണമായി സാധാരണ നിലയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഗതാഗതത്തിന് നിലവിൽ ഇല്ല. അങ്ങനെ സുഗമമായ ഒരു യാത്രയ്ക്കുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. പമ്പയിലെ കാര്യത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ഷിനോജ് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കും. അതേസമയം പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം അതല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പകരം നിലയ്ക്കലിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. 7 കൗണ്ടറുകൾ പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ 2 കൗണ്ടറുകൾ കൂടി അഡീഷണലായി തുടങ്ങി. അങ്ങനെ നിലവിൽ 5 കൗണ്ടറുകൾ നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിങ്ങിനായി ക്രമീകരിച്ചിട്ടുണ്ട്. പരിപൂർണമായ ഇവിടെ തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ പമ്പയിലെ തിരക്ക് പരിപൂർണമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിലയ്ക്കലിൽ കൂടുതൽ കൗണ്ടറുകൾ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ നിലയിലേക്ക് തീർത്ഥാടനത്തിന്റെ ഗതി എത്തുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇനി പമ്പയിലെ കൗണ്ടറുകളുടെ എണ്ണം. വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സുരക്ഷ രാജ്യത്തെമ്പാടും ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. ഈ ചെങ്കോട്ടയിലെ ആക്രമണത്തിന് ശേഷമൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പതിവിലേറെ സുരക്ഷയും പരിശോധനകളും അവിടെയുണ്ടോ? പരിശോധനകൾ സാധാരണ നിലയിൽ മാത്രമാണ്. അതായത് വെർച്വൽ ക്യൂവിന്റെ യഥാർത്ഥ പരിശോധന പമ്പയിലാണ് എങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾ തന്നെയാണോ കടന്നു വരുന്നതെന്നുള്ളതിന്റെ ഒരു പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർത്തീകരിച്ച് കടന്നു പോകാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദിവസം വേറെയാണെങ്കിൽ പോലും പരമാവധി നേരത്തെ എത്തി ദർശനം നടത്തുക എന്നുള്ള ഒരു പ്ലാനോട് കൂടി എത്തിച്ചേർന്ന ആളുകളുണ്ട്. ഇന്നലെ തന്നെ അത്തരത്തിൽ ഇന്നും നാളെയുമായി വെർച്വൽ ക്യൂവിന് ദർശനാനുമതി ലഭിച്ചിരുന്ന ആളുകൾ ഇന്നലെ ദർശനത്തിനെത്തി. അത് ഏറെക്കുറെ 30,000-നടുത്ത ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം വന്നു ചേർന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ദർശനത്തിന് അനുമതി ലഭിച്ച ആളുകൾ മാത്രമാണ് പമ്പ മേഖലയിലേക്ക് കടന്നു പോകുന്നതെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായ പരിശോധനകൾ മാത്രമാണ് ഉണ്ട്. എത്ര ആളുകളുണ്ട്, അവർക്ക് അതിൽ എത്ര പേർക്ക് വെർച്വൽ ക്യൂവിന്റെ ബുക്കിംഗ് ഉണ്ട് എന്ന് സംബന്ധിച്ച ഒരു പരിശോധന മാത്രം നടത്തിക്കൊണ്ട് അവരെ കടത്തിവിടുകയാണ്. ഒപ്പം തന്നെ പാർക്കിങ്ങിന് സൗകര്യം, അതായത് നിലയ്ക്കലിലെ പാർക്കിംഗ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് പമ്പയിലേക്ക് കടന്നു പോകാൻ അനുമതിയുള്ളത്. അതായത് 13 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പമ്പയിലേക്കുള്ള അനുമതി. അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വാഹനങ്ങളിൽ 13 പേരിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ള പരിശോധന കൂടി ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്ന ചെറിയ ക്യൂ പോലും ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിയാണ്. ചുരുക്കത്തിൽ ഗതാഗതം സാധാരണ നിലയിലാണ്. തീർത്ഥാടനം സാധാരണ നിലയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ശരി അഭിലാലെ, നേരത്തെ പറഞ്ഞതുപോലെ പമ്പയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷിനോജ് ഒപ്പമുണ്ട് നമുക്ക്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. പമ്പയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ? വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ അഭിലാൽ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ പമ്പയിൽ നിന്നുള്ള വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കൂ ഷിനോജ്. മോത്തി, പമ്പയിൽ തിരക്കൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാണ്. ദർശനമൊക്കെ തന്നെ സാധാരണ നിലയിലേക്കൊക്കെ തന്നെ മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമ്മൾ കണ്ട പമ്പയല്ല ഇന്നിപ്പോൾ ഈ പ്രഭാതത്തിൽ പമ്പയിൽ നിന്നുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സെഗ്മെന്റ് ആയിട്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തരെ കടത്തിവിടുകയാണ്. അവർ കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ നമ്മളിവിടെ വന്ന് ഈ ഭക്തരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം കുറഞ്ഞത് ഒരു 3 മണിക്കൂർ വരെ ഇത്തരത്തിൽ ഈ സെഗ്മെന്റ് ആയിട്ട് കാത്തു നിന്ന് വേണം ഈ പമ്പ കടന്ന് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഈ സെഗ്മെന്റ് കടന്ന് മുന്നോട്ട് പോകാൻ ഈ ഭക്തർക്കൊക്കെ തന്നെ കഴിയുന്നുണ്ട്. സമയം എവിടെന്നാ? ഞങ്ങൾ പട്ടാമ്പിന്ന് വരികയാണ്. പിന്നെ വളരെ സൗകര്യമാണ്, കുഴപ്പമില്ല. തിരക്കൊക്കെ കൺട്രോൾ ആയിരുന്നു. എരുമേലി വരാണ്. ഇപ്പം പെട്ടെന്ന് എത്തി. വളരെ കൺട്രോൾ ആയിട്ടാണ്. മാക്സിമം എത്ര എടുത്തുന്ന ഒരു 1 hour, 1 മണിക്കൂർ, 1.5 മണിക്കൂറിനുള്ളിൽ എത്തി. കൺട്രോളാണ്, ഒരു തിരക്ക്. ഇത് പിടിച്ചു വിടുന്നതല്ലേ, കുഴപ്പമില്ല. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തിയെന്നാണ് ഭക്തരൊക്കെ തന്നെ പറയുന്നത്. ഇന്നലെ നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു 5:30-ക്കാണ് എരുമേലിൽ നിന്ന് യാത്ര തുടങ്ങിയത്. നമ്മൾ ഇന്നലെ രാത്രി 11:30-ക്കാണ് പമ്പയിലേക്ക് എത്തുന്നത്. ഏകദേശം 6 മണിക്കൂർ സമയമെടുത്താണ് എരുമേലിൽ നിന്ന് പമ്പയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ അതല്ല അവസ്ഥ. 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഭക്തർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്നലെ നൽകിയ മാധ്യമ വന്ന വാർത്തകളൊക്കെ തന്നെ ബലം കണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച
ഈ സ്പോട്ട് ബുക്കിംഗ് നടന്ന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് വാർത്തകളിലൊക്കെ നമ്മൾ നൽകിയ വാർത്തകളാണ്. പ്രത്യേകിച്ച് ഈ തിരക്ക് കാരണം ഇത് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൻ്റെ ചില്ല് തകർന്ന കേന്ദ്രമാണ് ഈ പമ്പയിലുള്ള സ്പോട്ട് ബുക്കിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഒരു തിരക്കുമില്ല. 1-2 ഭക്തർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം അതിനുവേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ ദിവസം തിരക്ക് കാരണം ചില്ല് തകർന്ന അതേ കേന്ദ്രത്തിൽ ഇപ്പോൾ വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് എത്തിയിരിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഫലമായിട്ട് അത്തരത്തിലുള്ള കൂടുതൽ തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ദേവസ്വം ബോർഡിനൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രഭാതത്തിൽ പമ്പയിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ ഇപ്പോൾ പമ്പയിലില്ല.